ഹലോ ഗായ്സ് അപ്പോൾ നോക്ക് നമ്മളിപ്പോൾ അത് മോശമായിട്ട് നമ്മുടെ മില്ലിലാണ് ഗൈസ്. മോശമായിട്ട് നമ്മുടെ മില്ലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വല്ലതും കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ മോശമായിട്ട് മില്ല് ഞാൻ പറയാനായിട്ട് മറന്നുപോയി ഗൈസ്. ഇത് നോക്ക് എൻ്റെ ന്യൂ ഡ്രസ്സ്, നല്ല ലോട്ടസ് വരുന്ന ടൈപ്പ് ന്യൂ ഡ്രസ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ അത് മോശമായിട്ട് നമ്മുടെ മില്ലിലാണ്. നമ്മൾക്ക് മോശമായിട്ട് കുറേ ഐറ്റംസ് പൊടിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിവിടെ മമ്മയുണ്ട്, വാവാറ്റുണ്ട്, ഞാനുണ്ട്, കുഞ്ഞാച്ചിൻ്റെ ഇവിടെ പ്രാക്ടീസാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, പിന്നെ കുഞ്ഞാച്ചിക്ക് എന്തെങ്കിലും പ്രാക്ടീസാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാട്ടോ ഗൈസ്. അപ്പം ഇവിടെ ഒന്നുമില്ല പറയാൻ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു ഡാൻസ് കളിക്കും. ഓക്കെ കുഞ്ഞാച്ചിക്ക് നിരപ്പിന് വേണം കളിക്കാലോ. ഓക്കെ കളിക്കുക. എന്താ എന്റെ ഡ്രസ്സ് ഊരുവാണോ? അതാ ഏടെങ്കിൽ ഇങ്ങനെ കളിക്കട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഇനി നമുക്ക് മോശമായിട്ടൊരു ബിഗ് സർപ്രൈസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സർപ്രൈസിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. അല്ല അതൊക്കെ ഓക്കെ. എൻ്റെ ന്യൂ ഐസ് എങ്ങനെയുണ്ട്? എന്താ കുഞ്ഞാച്ചിക്ക് എൻ്റെ ബാക്ക് കണ്ടാ ഇങ്ങനെ ഫസ്റ്റാണ് കഴിച്ചത്. ഈ മീശ മാധവന് നീയാണോ കാര്യമാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വേഗം സർപ്രൈസിൻ്റെ അടുത്തേക്ക് പോവാം. അയ്യോ എനിക്കൊന്നുമില്ല പറയാം, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, മോസ്റ്റ് ഹാപ്പി ഇൻ ദ വേൾഡ് വരട്ടാ ഗായ്സ്. അപ്പോൾ നിങ്ങൾ മോസ്റ്റ് എക്സൈറ്റഡ് അല്ലേ സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട്? നമുക്ക് മോസ്റ്റ് പോവാം ഗായ്സ്. ലെറ്റ്സ് ഇന്ത്യനാവാണ് കേട്ടോ. ഹലോ ഒന്ന് കളിക്കോ? അറിയില്ലെങ്കിൽ പറ, അറിയില്ലേ പറയട്ടോ. ഇതെന്താ ഞാൻ കളിക്കുന്ന കളിച്ചു കൊടുക്കും. സർപ്രൈസ് എടുക്കുമ്പോൾ ആ പോടാക്ക് അമ്മേ ഹലോ ഞാനപ്പോൾ മോശമായിട്ട് നമ്മുടെ മില്ല ചേട്ടനോട് നല്ലതായിട്ട് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷം. കൊച്ചിനാണെങ്കിൽ മീശ വാങ്ങാൻ പോയി. എന്താടാ ഈ പാവം ഡയാന പാവം. എനിക്കെന്താ ഇതാണ് കപ്പ. എടാ നീ എന്നെ കാണിക്കുന്നേ ചുക്ലി? അയ്യേ പൈങ്ങളി കപ്പ ഇതിനകത്ത് കിടന്നെന്നറിയോ? എന്റെ കൊറിയർ എടുത്തോണ്ട് പോകുന്നു. ഞാൻ തോന്നുന്നു അറിയില്ല ഗൈസ്, ഏതാ കൊറേ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറ മുമ്പിൽ തന്നെ ഇരിക്കുന്ന. ഇതാണ് കേട്ടോ എന്റെ കൊറിയർ. അപ്പം എന്താണ് ടുഡേസ് വീഡിയോ അവർ സർപ്രൈസ്. ഇത് വീട്ടിൽ പോയ വടം മോശം നമ്മുടെ അൺബോക്സിങ്, നമ്മുടെ മോശം നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഗൈസ്. അത് ചെന്നാണ് നമ്മൾ മോശമായിട്ട് അൺബോക്സ് ചെയ്യും അമ്മയും. അപ്പം ഞാൻ നല്ല മോശമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. മോശമായിട്ട് നമുക്ക് ഇതുകൊണ്ട് പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നോക്ക് നമ്മൾ മോസ്റ്റായിട്ട് ഓട്ടോ ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, എൻ്റെ മോസ്റ്റായിട്ടുള്ള ഗിഫ്റ്റ് എൻ്റെ ലിപ്സ്റ്റിക് ആയിട്ട് ഗൈസ്. എന്താ പറയുക, എവിടെ ഒട്ടാൻ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കിട്ടോ. അമ്മേ നമുക്ക് ഗൈസ് മീശട്ടി
മീജ നമുക്ക് നമ്മുടെ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോയും തെമ്മാടിയും മീശയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. മീശ റെസ്റ്റ് എടുക്കണം മീശ. നമ്മളെ മോശമായിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ ഗൈസേ. അപ്പോൾ നമുക്ക് മോശമായിട്ട് പോയിട്ട് അൺബോക്സ് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോസ്റ്റ് ഗിഫ്റ്റ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് അൺബോക്സ് ചെയ്യാത്ത രക്ഷയില്ല. വന്ന പാടെ കണ്ടല്ലേ ലിപ്സ്റ്റിക് ഒക്കെ. അത് ഞാൻ എന്തെടുത്താലും അതിൽ എന്റെ ലിപ്സ്റ്റിക്കിന്റെ പാടുണ്ടാവും. അതിപ്പോ എന്തൊന്നുമില്ല കേട്ടോ. നീ വഴിക്ക് വരില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താ പറയാ വ്ളോഗ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വ്ളോഗ് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് മോസ്റ്റ് ആയിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പൊ നോക്കിക്കേ നമ്മുടെ ഗിഫ്റ്റ്. അപ്പം നമുക്ക് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. മോസ്റ്റ് ആയിട്ട് ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ താങ്ക് യു നമ്മളിത് ആശ്വസിച്ചു. എന്തൊക്കെയാണ് കുറെ കാര്യങ്ങൾ വായി വന്നിട്ട് പറയാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം നമ്മുടെ എന്താ പറയാ നന്ദഗോപൻ എന്ന് പറഞ്ഞ ചേട്ടൻ ചേട്ടനാണ് നമുക്ക് മോസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് നമ്മുടെ ഓണം ഗിഫ്റ്റ് ഇല്ലേ ഓണം ഗിഫ്റ്റ് അയച്ചുള്ളൂ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പം മോസ്റ്റ് ആയിട്ട് നമുക്ക് യൂൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കണം ഗൈസ്. അപ്പം ഫസ്റ്റ് തന്നെ എന്താ പറയാ നന്ദഗോപൻ ചേട്ടന് മോസ്റ്റ് ആയിട്ട് താങ്ക് യു സോ മച്ച്. എന്താ പറയാ മോസ്റ്റ് താങ്ക് യു ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്കിനി മോസ്റ്റ് ആയിട്ട് എന്താ അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇനിയിപ്പോ എന്റെ ക്ഷമ കാണാൻ പോകുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കാൻ രസമാണ്. പക്ഷെ എന്താ പറയാ ഇപ്പൊ മഴയും പെയ്യും കൊട പിടിച്ച് അൺബോക്സ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ മോസ്റ്റ് ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. തുടങ്ങണം എന്നറിയില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ. ഇങ്ങോട്ട് വരണം. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ ഫുള്ള് ഇതാട്ടോ എന്തോ ആണ് എന്താന്നും അറിയില്ല. അതാ ഇപ്പളേ മുറിച്ചോ ഉള്ളിലെ സസ്പെൻസ് കളയല്ലേ ചെല്ലണം. ഞാൻ സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട്. വ്ളോഗ് എങ്ങനെയായിരിക്കും കാണാൻ പോകുന്നതെന്ന് അറിയില്ല. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഓൾ വ്ളോഗ് ഓൾ സൈഡ് വ്ളോഗ്. അപ്പൊ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് തുറന്ന് വെക്കട്ടെ കേട്ടോ ഗൈസേ. ഞാൻ മുറിച്ചാട്ടത് കൈ മുറിയും കൊച്ചേ. ഭയങ്കര ഇത് ഗിഫ്റ്റ് അൺബോക്സിന്റെ പ്രത്യേക. എനിക്ക് വെപ്രാളാണ്. തുറന്നോ ഇടിവളയെ മടിവളയെ എടുത്തു മനുഷ്യനിട്ട് എപ്പോഴും ഇടിയാ. എന്റെ സ്കൂളിലുള്ളവര് പറയായിരുന്നു അവൻ കടിക്കാൻ പോകുമ്പോ എന്റെ ഇടിവള കൊടുക്കണം. നല്ലൊരു കവറായിരുന്നു. പൊളിച്ചു കളഞ്ഞു. അതെ പോടാ. ചെറിയ ട്രോളി ബാഗാണോ? അത് പൊട്ടിക്കടാ അമ്മ. സാധനങ്ങളെല്ലാം വെക്കാൻ ഒരു ബാഗ് ആയില്ലടാ. എടാ പോടാ. ഈ വ്ളോഗ് കാണുന്നവർക്ക് ഒരു കാര്യം പറയട്ടെ, അത് കളയാതെ ഞങ്ങക്ക് പൊട്ടിക്കാൻ തരാം. ഇത് മോസ്റ്റ് ആയിട്ട് എടാ നീ ഒന്ന് മാറി നിക്ക്. ഞാൻ ഒന്ന് അത് പൊട്ടിച്ചെടുത്തിട്ട് പൊക്കോളാം. നീ ഇത് മുഴുവൻ പൊട്ടിക്കരുത്. എനിക്ക് പകുതി വേണം. എനിക്ക് പകുതി ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മഴ ഇപ്പൊ പെയ്യുമെന്ന്. പകുതി ഉണ്ട് എനിക്ക്. കൈ കൊടുത്ത് ഞങ്ങൾ ഇതാ മുറിക്കാൻ എടാ നിന്റെ കൈ ഇത് മൂർച്ചയുള്ള കത്തിരിക്കാൻ നിന്റെ കൈ മുറിക്കും. അത് ബാഗിന്റെ അടുത്ത് എത്തുമ്പോഴേ ബാഗ് തന്നെ ആണോടാ? അറിയില്ല. ആരും വരുന്നുണ്ടോ ഗൈസ്? ആരോ വരുന്നുണ്ടോ നോക്കട്ടെ. എടാ പോടാ. അടക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ചെറിയ ട്രോളി ബാഗ്. എന്തൊക്കെയാണ് നടക്കണേ ഇവിടെ? ചിലര് പോണോ? അടിപൊളി. ഞാൻ പോട്ടെ. പോവല്ലേ?
ഗ്രീൻ കളറാ അമ്മേ, നല്ല രസമുണ്ട് അമ്മേ കാണാൻ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എടാ പങ്ക, ഇനി നമ്പർ എത്രയാടാ തുറക്കാൻ? പേപ്പറിലുണ്ടാവും, ശ്രദ്ധിക്കണേ പങ്ക. മീശോ നിക്കുന്നുണ്ടോ അമ്മേ? പങ്ക വന്ന അവിടെ മീശ ഉണ്ടാവും. മീശക്കൊരു മസാല ദോശമായിട്ട് പിന്നെ കുഞ്ഞാച്ചി കഴിഞ്ഞ വർഷം പൂവാക്കി വെച്ച പാളപ്പൂ പാളപ്പൂ വേണ്ടവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെ കുഞ്ഞാച്ചി? പാളപ്പൂ അതുപോലെ ഓർക്കിഡ് വേണം. ഇത് കീറല്ലേ മങ്ങ, പ്ലീസ്. അത് കീറല്ലേ, എനിക്ക് അത്ര സേഫ് ആയിട്ട് വേണം. ആവശ്യമുണ്ട്. കണകൂടെ എടുക്കാൻ നിൽക്കുന്ന ആളാണ് ഞാൻ. അത് തന്നെ. സന്തോഷം വന്നിട്ട് നമ്മളെയൊക്കെ ഇപ്പൊ തെറിപ്പിക്കും. ഞങ്ങളോട് ദേഷ്യപ്പെട്ടോണ്ടിരിക്കണം, നിങ്ങൾക്ക് അറിയോ? ഭയങ്കര ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. മുഖം വീർപ്പിച്ച് ഒരു സൈഡിൽ പോയി മാറി ഇരുന്നിട്ട് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമായിരിക്കും. പറയുന്ന കാലങ്ങളൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. കുഞ്ഞാച്ചി, അതെന്തുകൊണ്ടാണ് ദേഷ്യം? നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ദേഷ്യമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യം ക്ഷമയുള്ളവരെ എല്ലാ സാഹചര്യവും എല്ലാവരും മനസ്സിലാക്കും. ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 മണിയായിട്ടുണ്ട്, വന്നപ്പോ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരേപോലെയാണ് വിശക്കുന്നത്, മനസ്സിലായല്ലോ? അപ്പൊ വിശപ്പ് എല്ലാവർക്കും ഒരേപോലെയാണ്. അതുകൊണ്ട് പങ്ങനെ മനസ്സിലാക്കേണ്ട പങ്ങനെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ എന്താണ് ഈ പങ്ങനെ ഇങ്ങനെ എനിക്ക് ദേഷ്യം വരുന്ന വിശക്കുന്നുണ്ട്. പൊക്കി എടുത്തോട്ടോ. ഇല്ല പൊക്കാതെ എടുക്കാം. ഞാൻ സ്റ്റൂളിൽ കയറി നിക്കണോ? തുടക്കം കാണുന്നില്ല. കഴിച്ചിട്ട് തുടക്കം ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇതിന്റെ അമ്മ പട്ടിക്കുഞ്ഞ് പതുക്കെ പതുക്കെ അത് നിലത്തേക്ക് വീഴും. ഹാൻഡിൽ വിത്ത് കെയർ എഴുതിയിട്ടുണ്ടായിരുന്നേ. മൈ ഗോഡ്, നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതേപോലെയാണ് അൺബോക്സ് ചെയ്യേണ്ടത്. അയ്യോ, അന്ന് മഴയായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര എനിക്ക് ദേഷ്യമുണ്ടോ? അയ്യോ, അതല്ലേ ഉള്ളൂ. അടീന്റെ ദേഷ്യം പന്നി ഒഴിച്ചു. അയ്യോ, ഇതിന്റെ ഒറിജിനൽ ഫ്ലവേഴ്സ് ഗുഡ്ലൂരും അതുപോലെ ഊട്ടിയൊക്കെ ഇല്ലേ അമ്മ? ഇങ്ങനെ തന്നെ. ഇതവിടെ വയ്ക്കുന്നു. തിരക്ക് പിടിച്ചില്ല. കൈ മുറി കുഞ്ഞേറ്റി. എന്റെ കൈ മുറിക്കാനല്ലേ പൊട്ടന്മാര് എന്ത് കാണിക്കുവാണോ എന്റെ ദൈവമേ? എനിക്കറിയില്ല. ഇത് അഴിക്കാൻ അറിയുന്നവര് വേണം. അത് ശരിക്കും ഇപ്പൊ മനസ്സിലായി, നന്നായിട്ട് അഴിക്കാൻ അറിയാം. എനിക്ക് കൈയൊക്കെ വിറയ്ക്കുമേ. ഗിഫ്റ്റ് പൊട്ടിച്ച് ഞാൻ വേർക്കുന്നത്. സ്വന്തം പൈങ്കിളിക്ക് ഓണക്കോടി. ഇത് തിരിച്ചു പിടിക്ക്. ഇപ്പോഴാണ് ശരി. ഇതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഗിഫ്റ്റ്. നോക്കട്ടെ, ഞാൻ ഒന്ന് സൂം ചെയ്തെടുത്തോട്ടെ. അങ്ങനെ ട്രോളി ബാഗ് ഒക്കെ കിട്ടിയേക്കുന്നത്. അതാ അമ്മച്ചി ഞെട്ടി. കുഞ്ഞു പിടിച്ച അമ്മച്ചി ഞെട്ടിപ്പോയി. ഒന്നും പറയാനില്ല. എന്റെ ലൈഫ് ടൈമിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും മോസ്റ്റ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും മോസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് തരുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ പറയേണ്ടത്. സന്തോഷം. പൈങ്കിളി, ഒരു മിനിറ്റ്, അതിന് മുമ്പ് 2 ഷോ ഒന്നിടുവോ? ഞാൻ റിക്വസ്റ്റ് ചെയ്യാം ഷോ ഇടാൻ.
ആയിട്ട് ഇനി ഇതേ ഒരാള് വന്ന് ഇരിപ്പുണ്ട്. ഇതാരെ ചക്കരക്കുട്ടിയല്ലേ? ചക്കരക്കുട്ടി എന്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് അവനും അറിയണമെന്ന് എന്റെ ഉള്ളിൽ എന്താണുള്ളത്. അതന്നെ. പഞ്ചി എവിടെ പോയി? കണ്ടില്ല, പഞ്ചീനെ കണ്ടില്ല. അവസ്ഥയാ, ക്യാമറമാൻ വേറെ സ്ഥലത്തേക്ക് ശ്രദ്ധ പോയാൽ. കൂളാവാൻ വേണ്ടിട്ട് പോയതാട്ടോ. മഴ പെയ്ത് അതിലും ഇവിടെ കിണ്ണാണപ്പണി തുടങ്ങിയിട്ടുണ്ടോ കുഞ്ഞറ്റി? എനിക്ക് വെച്ചിട്ട് തരണം കേട്ടോ, ഒരു പീസ് എനിക്ക് തരണം. എടാ ആ പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്യോ? എന്റെ ദൈവം, കാണിച്ചു കൊതിപ്പിക്കുന്ന അത് കുഞ്ഞാറ്റിന്റെ അടുത്ത് കൊടുത്തേക്ക്. നമുക്ക് പിന്നെ പൈങ്കിളി അതോടെ നമുക്ക് കൈ കൊടുത്ത് കരാറാക്കി. കുട്ടിമണീനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ നിങ്ങള്. അപ്പൊ ഓപ്പൺ ചെയ്യല്ലേ കുഞ്ഞാറ്റി? നീ കൂടെ കൂട്. എന്താ പ്രശ്നം? കൊടുക്കാതിരിക്കണേ, കൊടുക്കാതിരുന്നാ പറയും. ഇങ്ങനെ പറഞ്ഞറിയിക്കണോ? അങ്ങനെയല്ല, കൊടുക്കൂന്ന് എന്തായാലും തരും. ഇത് എന്ത് തരം കലാരൂപമാണെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. അതന്നെ, അതെ. നമുക്ക് മോശം തുറക്കാം. അങ്ങനെ ഷൂ വാങ്ങണ്ടോ? ആദ്യം കണ്ടതാണ് മയിൽപീലി. അതെ, നമ്മള് മോസ്റ്റ് ആയിട്ട് കൃഷ്ണനായി. അത് ചെരിച്ചു വെക്കട, കാണുന്നില്ലടാ. ഇത് ശരിക്കും ചേരുന്ന എന്റെ തലക്ക. കാരണം ഇവിടെ ആക്ച്വലി കൃഷ്ണനായിട്ടുള്ളത് ഞാനാ. ഈടാ പോടാ, അസൂയാന്ന് പറയാ. ഇല്ലടാ, കൃഷ്ണനല്ല. അപ്പഴോ ഞാൻ ഒരു പാട്ടോട്ടെ. ഗോകുലബാല നന്ദ കിഷോർ രാധ ചൂടേക്കുന്നത്. ചോർ ചോർ മക്കന ചോർ യഹി ഹൈ യഹി ഹൈ മക്കന ചോർ തയ്യാരി യഹി മക്കന ചോർ രജകമൽ കാനാ നന്ദ കിഷോർ തക് തക് ദും തക് 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 ദും തക് തക്. ആ കള്ളകൃഷ്ണ, കള്ളകൃഷ്ണ. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. ഇപ്പൊ നോക്ക്, നമ്മള് മോസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഒരു സംഭവം കേട്ടോ. നമുക്ക് തുറക്കാം. ഗൈസ് ഒന്ന് ഇവിടെ വെക്ക് പങ്ക, ഒന്ന് ഇവിടെ വെക്ക. നോക്കിക്കേ, വാവ്. നമുക്ക് മോസ്റ്റ് ആയിട്ട് തുറക്കാം. അറിയില്ല, ഗിഫ്റ്റ് ഫോർ യു എന്നാണോ? ജസ്റ്റ് ഫോർ യു എന്നാണ് എഴുതിയേക്കുന്നത്. മോസ്റ്റ് ആയിട്ട് തുറക്കാം. പൂങ്കിളിക്ക് സ്വന്തം പൂങ്കിളി. ഗായ്സ് ഇപ്പൊ നമ്മുടെ ഈ ലെറ്ററില് സ്വന്തം പൂങ്കിളിക്ക് എന്നുള്ള ലെറ്ററിൽ പങ്ങന്റെ ഒരു ഫോട്ടോ എല്ലാം വന്നിട്ടുണ്ട്. മോസ്റ്റ് ആയിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ പങ്ക തിരിച്ചു പറയുന്നില്ലേ ഓണാശംസകൾ? ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഒരുപാട് താങ്ക് യു. മോസ്റ്റ് അഡ്വാൻസ് ഹാപ്പി ഓണം. മോസ്റ്റ് ആയിരിക്കട്ടെ ഓണം, മോസ്റ്റ് ആകും ഓണം. മോസ്റ്റ് ആയിട്ട് പങ്കജ മഹർഷിന്റെ മോസ്റ്റ് ആയിട്ടുള്ള ബിഗ് ഇൻ ദ വേൾഡ് മോസ്റ്റ് ഓണാശംസകൾ ഞാൻ നേരുകയാണ് കേട്ടോ. അയ്യോ ഒന്നുമില്ല പറയാൻ, നല്ല ബിഗ് മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ബിഗ് മോസ്റ്റ്. പങ്ക വായിക്കുന്നുണ്ടോ? ഞാൻ വായിക്കട്ടെ. അവിടെ ഒന്ന് വായിച്ചോ. ആ മയിൽപ്പീലി കാണുന്നില്ല. എന്താ നോക്കുന്നത്? എന്റെ മുടിയാ, ഉള്ളതാ. നമ്മുടെ ജീവിതത്തിൽ വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ ചിലർ കഴിഞ്ഞു വരും. ശരിക്കും പക്ഷെ അവർ വന്നതിന് ശേഷം
ചില ദിവസങ്ങൾക്ക് പോലെ ഒരു പ്രത്യേക ഭംഗി തോന്നി തുടങ്ങും. റിയലി പങ്കൻ എനിക്ക് അങ്ങനെ ഒരാളാണ്. പോടാ ശരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണത്തിന് ഉറപ്പായും ഗിഫ്റ്റ് അയക്കണമെന്ന് ഉറപ്പിച്ചത്. സമ്മാനം എന്തായാലും അതിനേക്കാൾ വിലപ്പെട്ടത് അതിന് പിന്നിലെ ആ ചെറിയ ഓർമ്മകളാണ്. പങ്കന് സന്തോഷം ഉണ്ടാകണം എന്നൊരു മനസ്സ് മോസ്റ്റ് ആയിട്ടുണ്ടല്ലേ. സന്തോഷായില്ലേ? സത്യം അതൊരു ബിഗ് മോസ്റ്റ് ആണ്. സന്തോഷായില്ലേ പങ്ക? സന്തോഷമായ പറ്റി നിറഞ്ഞു. മോസ്റ്റായിട്ട് ഹൃദയം നിറഞ്ഞു. മോസ്റ്റായിട്ട് ഗിഫ്റ്റും മോസ്റ്റായിട്ട് എല്ലാം കണ്ടപ്പോൾ അത് തന്നെ മുഴുവൻ കണ്ടിട്ടില്ല. ഇത്രയും കണ്ടപ്പോ തന്നെ നിറഞ്ഞു ഗൈസ്. അതേ പറഞ്ഞ ഫസ്റ്റ് ടൈം നോക്ക് വേർത്ത് പോയി. ജീവിതം ഒരുപാട് നല്ല നിമിഷങ്ങൾ തരട്ടെ. ആ മുഖത്ത് ഈ പുഞ്ചിരി ഒരിക്കലും കുറയാതിരിക്കട്ടെ. അർഹിക്കുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും ഒന്നും പങ്കനെ തേടിയെത്താൻ വൈകാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഓണം പൂങ്കിളിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ഓർമ്മയായി മാറട്ടെ. ഒരിക്കലും മറക്കില്ല ഈ ഓണം. കാരണം ഫസ്റ്റ് ടൈമാണ് ഓണത്തിന് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് മോസ്റ്റ് ആയിട്ട് എനിക്ക് ലൈഫിൽ കിട്ടുന്നത്. ഗിഫ്റ്റ് ഒന്നും ഓണത്തിന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കിന്ന് കിട്ടി. എനിക്കത് ഭയങ്കര ഇഷ്ടാവും ചെയ്തു. എടാ പോടാ, നമുക്ക് മൂന്നിനല്ലടാ അയച്ചത്. 3 സാരി ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ 3 പേരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആരോ ആയിരുന്നു. അത് തന്നെ. അതാ ഞാനെല്ലാം പറഞ്ഞു എന്താ അയച്ചെന്ന് വരെ. ഓക്കെ, ഹൃദയം നിറഞ്ഞ ആശംസകൾ. സ്നേഹത്തോടെ നന്ദഗോപൻ. ഹൃദയം നിറഞ്ഞ എന്താ ആശംസകൾ? ഓണാശംസകള്. അമ്മേ വാലി വാക്കു അടങ്ങാത്തോണ്ട് പകുതി. ഹൃദയം നിറഞ്ഞ ആശംസ പറഞ്ഞു, ഓണം പറഞ്ഞില്ല. നിറഞ്ഞ ഓണാശംസ. ആ മയിൽപ്പീലി ചാടി പോകുന്ന ഓണാശംസകളും അതുപോലെ തന്നെ നന്ദഗോപൻ ചേട്ടന് ഒരുപാട് താങ്ക് യു. പ്ലസ് ഓണാശംസകൾ. ഞാൻ 10ാമത്തെ പ്രാവശ്യമാണ് ഓണാശംസ. സാരില്ല, പകുതി വർഷം അങ്ങനെയൊക്കെയാ. എപ്പോഴും കുറെ നേരം പറയും ഒരേ കാര്യം. അത് ഇന്ത്യൻ ആവുന്നത്. ഓക്കെ ഗായ്സ്, മോസ്റ്റ് ആയിട്ട് നമുക്ക് ഇതോടെ വെക്കാം. ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ. മോസ്റ്റ് ആയിട്ടുള്ള കത്തില്ലേ പറ്റി നല്ല മോസ്റ്റ് ആയിട്ടുള്ള കത്തൊക്കെ നമ്മള് വായിച്ചിട്ടുണ്ട്. കുഞ്ഞാറ്റി അത് എങ്ങനെയാണോ രാജാവിന്റെ അടുത്ത് നമ്മള് ഓരോ ഇത് എന്താ അറിയിപ്പുകളും ഓരോ രാജ്യത്തെ കാര്യങ്ങളൊക്കെ. അത് തന്നെ ലെറ്റർ. അത് തന്നെ. എന്തോ ഒരു പേര് പറയും. നിമന്ത്രനാണ്. നീ പറയുന്നുണ്ട്. അതിപ്പോ നോക്ക്, നമ്മള് നെക്സ്റ്റ് ഇവിടെ വരുന്നൊരു പൈങ്കിളിക്ക് ഷൂ ഇല്ലായിരുന്നു. സത്യമായിട്ടും അതെ, ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നു. പൈങ്കിളിക്കില്ല. അയ്യോ, അതല്ല ഇത് കണ്ടിട്ടാണോ? സത്യം ശരിയാട്ടോ. മോസ്റ്റ് ആയിട്ടുണ്ട്. 2 കണ്ടോ? എന്റെ വൈറ്റ് ആണ്, ഇതും വൈറ്റ് ആണ്. അത് മേഡ് ഇൻ ഇന്ത്യ കേട്ടോ. നോക്കട്ടെ 2 ഷൂ ഒന്ന് കാണിച്ചു. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇത് സ്റ്റുഡിയോ ആണ് ഗൈസ്. സ്റ്റുഡിയോന്റെ ഷൂ ആണ്. അതെ, ഇത് മോസ്റ്റ് ഇതിന്റെ ആ ബ്ലാക്ക് ഇത് നൈക്കിന്റെ ആണോ ഞെട്ടി? കാരണം ആ സൈൻ കണ്ടോ ബാക്കില്? ചൈന ഷൂ കണ്ടോ? നൈക്കിയാണ് പങ്കത്. ഇതുണ്ടോ? എനിക്ക് ടിക്ക് കണ്ടപ്പോ തോന്നി നൈക്കിയാണ്. അല്ലാട്ടോ. സൈസ് ഒക്കെ മനസ്സിലായി. ഷൂ. അമ്മ ഇത് ലെറ്റർ ഉണ്ടമ്മേ. നോക്ക്, മാലാക പെയിന്റ്. മോസ്റ്റ് ആയിട്ടില്ലേ? എന്റെ ഷൂ പോലില്ലേ? എന്റെ സൈസ് കറക്റ്റ് 8. അത് തന്നെ, ഞാനും അമ്മയും ശശി. അല്ല അമ്മ, ഈ ഷൂ ഇല്ലേ ഡെയിലി യൂസിന് നമുക്ക് പറ്റില്ല. മഴയില്ലാത്തപ്പോൾ അത് പുറത്തിറക്കാൻ പറ്റില്ല. ഡെയിലി യൂസിന് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷൂവിന്റെ കാര്യം ഉണ്ടല്ലോ അതോ ഗതിയാവും. അമ്മേ ഇതുപോലെ ആവും ഗൈസ്. അല്ല മറ്റേ ഇതുപോലെയൊക്കെ ആവും വെള്ള. നമുക്ക് അടുത്തത് നോക്കാം. അതെനിക്ക് വ്യഗ്രതയാവുന്നു. അടുത്തത് അത് ഓപ്പൺ ചെയ്തെടുത്തില്ല. ഒന്നുകൂടി അടച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മള് നെക്സ്റ്റ് സൈഡ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അമ്മ ഇതൊരു ഫോട്ടോയോ അമ്മ ഫ്രെയിം ചെയ്ത ഫോട്ടോ തന്നെ ഉറപ്പാൻ തോന്നുന്നുണ്ട്. ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പെങ്കിളി. അതെ സത്യം. അതത് അടച്ചു വെച്ച് നമുക്ക് അങ്ങോട്ട് വെച്ച് അൺബോക്സ് ചെയ്യാം. എടാ നനയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേടാ. എടാ മമ്മ നോക്കുമ്പോ വെള്ളം വീണിട്ട് അത് ചീത്തയായി പോവും.
നമുക്കൊരു കാര്യം ചെയ്യാം, Guys, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അൺബോക്സ് ചെയ്യാം. ബോക്സ് ചെയ്യാം. ഗൈസ് നോക്കിക്കേ, മഴ പറ്റിച്ചു ഗൈസ്. എന്നും അതെ, ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് മോസ്റ്റ് മഴയാണ് ഗൈസ്. അപ്പൊ നോക്ക്, നമ്മുടെ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ഒരു എന്താ ഗൈസ്, ഒരു ഫ്രെയിം നോക്ക് ഗൈസ്. അപ്പുറത്തും ഉണ്ട് ഫോട്ടോ. ഇതിനകത്ത് ഫ്ലാഷ് അതിനകത്ത് അടിച്ചിട്ട് ഫോട്ടോ കാണുന്നില്ല. 2 ഫോട്ടോയും കൂടി ഇവിടെ വെക്ക് പങ്കം നോക്കട്ടെ. ഞാനിങ്ങനെ ഓർത്തുള്ളൂ ബാബാജി, എന്താ പറയാ, ഫ്രെയിം ചെയ്ത ഫോട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ കയ്യിൽ അങ്ങനെ ഫ്രെയിം ചെയ്ത ഫോട്ടോസ് ഒന്നും നമ്മുടെ ഒറ്റ ഫോട്ടോസ് നമ്മുടെ കയ്യിലില്ല. പോസ്റ്റ് ചെയ്യും കളയും, പോസ്റ്റ് ചെയ്യും കളയും, എടുത്താ അത് കളയും. ഇങ്ങനത്തെ സൂത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രിന്റിംഗ് മെഷീൻ ഉണ്ടായില്ല. നമ്മുടെ നമുക്ക് റൂം ഉണ്ടായിരുന്നെങ്കിൽ മോസ്റ്റ് ആയിട്ട് റൂമിന്റെ ഉള്ളിലെങ്കിലും ഞങ്ങൾക്ക് പണ്ട് ഒരുപാട് ട്രോഫികളൊക്കെ ആ ട്രോഫീന്റെ ഒന്നും ഒരു അഡ്രസ് പോലും. ഈ മരത്തിന്റെ ഒക്കെ ആവുമ്പോ കൊറേ ചെതല് കഴിച്ചു പോയി. പിന്നെ അത് ചാക്കില് കെട്ടി വെച്ചിട്ട് ചീത്തയായി പോയി. അപ്പം മോസ്റ്റ് ആയിട്ട് ഫ്ലാഷ് ഉണ്ടല്ലോ നമ്മളിനി. ഇത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൈസ് തുറന്നെ അടച്ചിട്ടോ. അപ്പൊ കൈസ് നോക്കി, ഇവിടെ നെക്സ്റ്റ് വേറെ ഇതും ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് മോസ്റ്റ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഓപ്പൺ അല്ലേ, ഇപ്പൊ ഓൺ അല്ലേ? ഭയങ്കര ലൈറ്റ് പ്രോബ്ലം ആണ്. നിങ്ങൾ റിങ്സിലേക്ക് ഒരു ക്യാമറ പറയാതെ പറഞ്ഞു, പിന്നെ ഒരു ക്യാമറ, ഒരു ഫോൺ. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഭയങ്കര അവസ്ഥ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങിയായിട്ട് വാങ്ങണം, അത്യാവശ്യമാണ്. എല്ലാ കളറും വരുന്ന വാങ്ങാട്ടോ നമുക്ക്. ക്യാമറ സ്റ്റാൻഡും അതെ, നല്ല അടിപൊളി ഒരെണ്ണം വാങ്ങണം. അടുത്തത് മോസ്റ്റ് ആണോ? നോക്കട്ടെ. എനിക്ക് എന്നെ പോലെ ശരി കേട്ടോ, ഞെട്ടിനെ പോലെ ഉണ്ട്. ഹായ് കിണ്ണൻ കിണ്ണൻ, അടിപൊളി അടിപൊളി. തലതിരിച്ച് കാണിച്ചിരുന്നു, ഇതുണ്ടോ? അതവൾക്ക് അവിടെ വെക്കോടാ പങ്ക, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. തിരിച്ചും മറിച്ചും ഇത് ഫ്ലാഷ് വരുമ്പോഴേ ശരിക്കും കാണുന്നില്ല. ഞാൻ ഓർത്തോ, ഇങ്ങനെ മനസ്സിലായത്. ഞാൻ വായിക്കാനും കൂടി അറിയാമെന്ന് തോന്നുന്നു. എന്നെ പോലെ തോന്നുക. എനിക്ക് ഇതില്ല, ഇത് ശരിക്കും ഞാൻ എന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ശരിക്കും ഞാൻ താഴേക്ക്. അല്ലടാ, നമ്മൾ ഒന്നാന്ന് മറക്കരുത്, നമ്മള് കോക്രോച്ച്. നമ്മള് ഞങ്ങള് മറ്റേ നമ്മുടെ കോക്രോച്ചില് കോക്രോച്ച് പാർട്ടി 3 പേരുണ്ട്. മാർക്കി, ജോയി, ഡിഡി. മാർക്കി ഞാനാ, ഞാൻ മാർക്കിയല്ല, ഞാൻ ജോയിയാ. കുറച്ച് മോട്ടോ ലംബോ. കാരണം മോട്ടോയ്ക്ക് എപ്പോഴും വിശപ്പ്. എനിക്കത് മോട്ടോ ഇല്ല, അതാണ് വിഷയം. അടിപൊളി മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഏറ്റവും വലിയ മോസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മളിവിടെ ഇത്രയും അൺബോക്സ് ചെയ്തിരുന്നു. ഇനിയാണ് നമ്മുടെ നിലവറ തുറക്കാൻ വേണ്ടിട്ട് പോകുന്നത്. നിലവറയിൽ എന്തൊക്കെയുണ്ട്, ഇവിടെ എന്താന്ന് എനിക്ക് അറിയില്ല. എന്തൊക്കെയോ തൊടുമ്പോ അറിയുന്നുണ്ട്, തൊടുമ്പോ എന്തൊക്കെയോ ഞെങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യം എന്തെങ്കിലും കിട്ടി, ഞാൻ അതിന് പിടിച്ചാ നോക്കാം. എന്നിട്ട് നീ അവിടെ പോയി നിക്കടാ, കാണുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കള് മോസ്റ്റ് ആയിട്ട് തുറക്കാൻ വേണ്ടിട്ട് പോകും. ഞാനിപ്പോ റോഡിൽ പോയി 3, 2, 1. അയ്യോ, ഇതെന്താ ഒരു പെട്ടി. ഇത് വളയാണോ ഈ ഇരിക്കുന്നത്? നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. എന്ത് ഗായ്സ്, നിങ്ങൾ നോക്കിക്കേ, എനിക്കറിയത്തില്ല ഞാൻ എന്താ പറയണ്ടത്. നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗായ്സ്. മോസ്റ്റ് ആയിട്ട് ഓണം വൈബിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിനകത്ത്. നോക്കിയേ ഗായ്സ്, സത്യമായിട്ടൊരു സത്യം ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കുത്തി.
ഇന്ന് രാവിലെ ഞാൻ അമ്മയോട് പറഞ്ഞോളൂ, അമ്മ എന്റെ മൂക്കുത്തി ഓണായാലും എനിക്കൊന്ന് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞോളൂ. അപ്പം അമ്മ പറഞ്ഞു ഓക്കെ നമുക്ക് ബത്തേരി പോകുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞോളൂ. അപ്പോഴത്തേക്കും നോക്കി ഗൈസേ മോസ്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ആദ്യം നമുക്കിത് നോക്കാം. അപ്പൊ നമുക്ക് കുപ്പിവള എനിക്കില്ലാത്തൊരു സാധനം. വെറൈറ്റി ടൈപ്പ് ഫസ്റ്റ് നമ്മുടെ വാൽക്കണ്ണാടി നോക്കാൻ കഴിയും. വാൽക്കണ്ണാടി ഞാൻ തോന്നുന്നു അറിയില്ല, കണ്ടിട്ട് അതുപോലെ ഉണ്ട്. മോസ്റ്റ് ആയിട്ട് നമുക്ക് ഇതാക്കാം ഗൈസ്. അപ്പൊ നോക്ക് നമ്മള് മോസ്റ്റ് നമ്മുടെ വാൽക്കണ്ണാടി. നോക്ക് വാൽക്കണ്ണാടിക്ക് പ്രത്യേക ഒരു രസമാണ് ഗൈസ്. നമുക്ക് അങ്ങനെ വാൽക്കണ്ണാടി ഇല്ലല്ലോ പറ്റി. നല്ല മോസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വാൽക്കണ്ണാടിയിൽ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെയാണ് കേട്ടോ നോക്കിയത്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ ഗൈസ്? മോസ്റ്റ് ആയിട്ടുള്ള വാൽക്കണ്ണാടി നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ് വാൽക്കണ്ണാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മോസ്റ്റ് ഇഷ്ടമാണ് വാൽക്കണ്ണാടി. അപ്പൊ വാൽക്കണ്ണാടി ഒരു രക്ഷയും ഇല്ല. കണ്ടില്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ ക്യുപ്പി വള നോക്കാട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിനോടൊക്കെ ഭയങ്കര ഒരു കൗതുക, ഭയങ്കര ക്രേവിങ്സ് ആണ് ഗൈസ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക്. അല്ലെ ബാബാജി? കടയിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും മോസ്റ്റ് എടുത്ത് കാണാൻ പോയിട്ട് എടുത്തൊന്ന് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. ശരിയാ. അത് കുപ്പിവളയാകുമ്പോ പിന്നെ പറയേണ്ട മോസ്റ്റ് ആയിരിക്കും. പങ്കന്റെ സാരിക്ക് ഓണക്കോടിക്ക് ചേർന്ന കളറാണ് എനിക്ക് തോന്നുന്നത്. കുപ്പിവള നോക്കട്ടെ. അതെ, പങ്കന്റെ സാരിക്ക് ചേരുന്ന കളറാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ വെറുതെ ഇതാ ഒരെണ്ണം ഇട്ട് മാത്രം നിങ്ങളെ കാണിച്ചിട്ട് എല്ലാം ഇട്ട് ഞാൻ ഓണത്തിന് വരാം. ലൈക്ക് ഇപ്പളേ ഓണം സ്പെഷ്യൽ ഗെറ്റ് അത് ഞാൻ പറയാൻ വേണ്ടിട്ട് വേറെ മോസ്റ്റ്ലി കാര്യം പറയാനായിട്ട് മറന്നില്ലേ പറ്റി. ഫോണിന്റെ കാര്യം അവസ്ഥയായതുകൊണ്ട് തന്നെ ഓണത്തിന് എനിക്ക് തിരുവോണം ബ്ലോഗ് എടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഓർക്കുന്നത്. ഷോർട്സ് എന്തായാലും ഉണ്ടാവും. പിന്നെ വ്ളോഗിന്റെ കാര്യമായിട്ടോ പറഞ്ഞത്. ഇപ്പൊ 10 മിനിറ്റിന്റെ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ അതെ മോസ്റ്റ് നമ്മൾ കുപ്പി വളരെ ഞാൻ ജസ്റ്റ് ഒന്നിട്ട് നിങ്ങളെ കാണിച്ചാണ് കേട്ടോ, സർപ്രൈസ് ആയിട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല. അതാണ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്നാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ വായിച്ച് മോസ്റ്റ് ആയിട്ട്. അപ്പൊ മോസ്റ്റ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം എല്ലാം ഇട്ടിട്ട് ഞാൻ മോസ്റ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം കണ്ടല്ലോ ഗൈസ്, മോസ്റ്റ് ആയിട്ട് നമ്മുടെ ക്യുപ്പി വളയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? വാൽക്കണ്ണാടിയായി ക്യുപ്പി വളയായി കയ്യിലിട്ടെന്ന് കാണിച്ചേ. ഒരെണ്ണമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ ഗൈസ്? മോസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ കളറും വന്നിട്ടില്ലേ? റെയിൻബോ കളർ പോലെ നല്ല പറ്റി ഡബിൾ കളർ ട്രിപ്പിൾ കളർ ആണ് വന്നിരിക്കുന്നത്. എനിക്കല്ലെങ്കിൽ ഈ ഡബിൾ കളർ ഒക്കെ വരുന്ന ഡ്രസ്സ് സാരി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിണ്ണം കാഴ്ച സാധനം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എടുക്കാം. എന്തായിട്ട് എടുക്കേണ്ടത് എനിക്കത് ആകെപ്പാടെ സംശയമായി പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഗൈസ് ഞങ്ങളൊന്ന് ഗസ് ചെയ്യട്ടെ. യെസ് ഗൈസ്, നെക്സ്റ്റ് ഞാൻ ഗസ് തീരുമാനിച്ചത് നമ്മുടെ ഇയറിംഗ് എടുക്കാന്നാണ്. എന്റെ ഇത് ഫസ്റ്റ് ഇയറിംഗ് ആണ്. നോക്ക്, നല്ല യെല്ലോ കളറില് ഞാലി ടൈപ്പുള്ള ബെല്ല്. ഇല്ല ആരാ പറഞ്ഞു മഞ്ഞ ഇഷ്ടമുള്ളത്? മഞ്ഞ ഇഷ്ടമല്ല, ഞാൻ ഒരു കളറും ഇഷ്ടമല്ലെന്ന് ഒരിക്കലും പറഞ്ഞു. എനിക്ക് എന്റെ എല്ലാ ഫ്ലവേഴ്സും ഇല്ല ഗൈസ്. കാരണം എനിക്ക് വെള്ളി ഇയറിംഗ്സ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് കുറച്ച് നല്ല വെള്ളി ഇയറിംഗ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇയറിംഗ്സ് ആക്കാൻ പറ്റും അത്രയും ഇത്രയും വലുതാണേലും ഞാൻ സ്വീകരിക്കും ഇടും ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ കുറെ എണ്ണം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, ഇങ്ങനത്തെ വലുത്. അപ്പൊ അത് വേണം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. എന്റെ ആഗ്രഹിച്ച സാധനമാണ് സത്യം. മനസ്സറിഞ്ഞൊക്കെ മനസ്സ് കണ്ടറിഞ്ഞ് തന്നു. ലിപ്സ്റ്റിക് ഇല്ല, സാരല്ല. എന്റെ കൈയുള്ളത് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ബ്രിക്ക് കളർ വാങ്ങിയാൽ മതി. കളർ വാട്ടർ പ്രൂഫ് വാങ്ങിയാൽ മതി കേട്ടോ. അതെ. അപ്പൊ ഇത് അത്ര നല്ലത്. അല്ല, ഇത് വേറെ ചെയ്യുന്നില്ലേ? വേറെ ചെയ്യണോ പറ്റി? വേണ്ട,
വേണ്ട വേണ്ട, നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീക്ക് സർപ്രൈസ് ആയി കൊടുക്കാം. ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് കാണിക്കാം. അത് കാണിക്കുന്ന കാരണം എനിക്കുള്ള കമ്മല കണ്ടോട്ടോ. അല്ല അജി, ഓണത്തിനേക്കുള്ള പൈങ്കിളിക്ക് ഓർണമെന്റ്സും കാര്യങ്ങളും എല്ലാം സെറ്റായി. ഇനി നമുക്ക് വാങ്ങിയാ പോരെ? അതെ, നമുക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാനൊന്നും ആരുമില്ലേ? ചിലർക്കൊക്കെ ഗിഫ്റ്റ് തരാനൊക്കെ കുറെ ആൾക്കാരൊക്കെ. ഇനി നമുക്ക് വാങ്ങിയാ മതി അല്ലേ? മറ്റേ ഒറ്റയ്ക്ക് പോയിട്ട് നിനക്ക് തന്നിട്ട് അൺബോക്സിംഗ് ആണോ അതോ അടിയാണോ? ഇത് എനിക്കിതാ. ഇല്ല, നിങ്ങൾ വാങ്ങുക വേണ്ട, തരൂല്ല. തലകുട്ടികളെ കാലം അങ്ങനെ കയ്യിലെ ബബിള് കാണിച്ചോ? ഈ ബബിള് പൊട്ടിട്ടോ, ഇത് പൊട്ടിയിട്ടില്ല. ഇന്ന് പോയപ്പോ ബാൻഡേജ് ഓടിക്കണം എന്ന് ഓർത്താ. ഓടിക്കണോ? അല്ല, ബാൻഡേജ് ഓടിക്കില്ല, വാങ്ങുള്ളൂ. നമ്മള് മൂക്കൂത്തിയാണ്. ഒന്ന് ഇവിടെ വെക്കാൻ കാണട്ടെ. നോക്കിക്കേ, നല്ല അടിപൊളി മൂക്കൂത്തിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മൂക്കൂത്തി ഇന്നും അമ്മേനോട് വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഹായ് പൊക്കി മാന് പൊക്കി ഇങ്ങോട്ട് കാണിക്കാൻ പാടില്ല. അവിടെ അങ്ങനെ കാണിക്കട്ടാ, എടുക്കാൻ പാടില്ല. ഉമ്മ കൊടുക്കണം. ഇല്ല പോടാ, ഞാൻ ആർക്കും തരില്ല. ഇല്ല പോ. ഇവന് മൂക്കൂത്തി ഇടാം. ഇപ്പൊ കണ്ടൊരു പൂച്ച. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നോസ് റിംഗ് ആണ്. നമുക്കിതിപ്പോൾ എടുത്ത് നോക്കാം കേട്ടോ. ഓ വാവ് ഗൈസ്, അപ്പം നോക്കിക്കേ, നോക്ക്, നല്ല മോസ്റ്റ് ആയിട്ടുണ്ട്. നോസ് റിംഗ് അടക്കം കംപ്ലീറ്റ്ലി എല്ലാം ഞാൻ ഗെറ്റ് റിംഗിൽ മാറുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ നോസ് റിംഗ്. ഓക്കെ സെറ്റ്. അങ്ങനത്തെ 2 ഉണ്ട്. എനിക്ക് 2 മൂക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒരു മൂക്കുള്ളൂ. സെപ്റ്റം കൂടി അടിക്കുമ്പോ അടിപൊളിയായിരിക്കും ചേച്ചി. സെപ്റ്റം നീ അടിക്കില്ല, ഞങ്ങൾ അടിക്കില്ല. നിനക്കാതൊന്നും വേണ്ട. പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാത്ത മുട്ട വിരിയാത്തത് മുട്ട വിരിയാത്ത രീതിയിൽ മുട്ടയുടെ ഉള്ളില് തല തൊപ്പിയിട്ടിരുന്നോണം, മനസ്സിലായോ? മുട്ട വിരിഞ്ഞ ഒരാള്. അതെ, എന്താ ഇല്ല എന്താ ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് സ്റ്റഡടിക്കാൻ ബോക്സ് ഉണ്ടോ? സ്റ്റഡടിക്കാൻ ബോക്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത് ഓപ്പൺ ചെയ്യാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. 2 കയ്യിൽ നിറച്ച് വള ഇടൂല. നെക്സ്റ്റ് എന്താ? അപ്പൊ നോക്ക്, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഐ ലൈനർ ആണ് ഗൈസ്. കണ്ണിന്റെ പൊട്ടിന്റെ ഒരു കുറവുള്ളൂ അല്ലേ? ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട്. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ എപ്പോഴും തന്നെ കണ്ണെഴുതും ഗൈസ്. ഈ വീട്ടില് മോസ്റ്റ് ആയിട്ട് കണ്ണെഴുതുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം. ഞാന് കുഞ്ഞാറ്റൊക്കെ എഴുതിയ കഥ മോസ്റ്റാ. ഞങ്ങൾക്ക് കണ്ണെഴുതി ഒരാഴ്ച ഒരു ഐലൻഡർ വേണം. പറയാലോ, ഐലൻഡർ ചുടക്കാർക്ക് അത് തന്നെ എഴുതി തീർത്തിട്ടുണ്ട് കൊറേ. നമ്മുടെ കയ്യിലുള്ള ടൈപ്പ് അല്ല ഗൈസ്, ഇത് വേറെ ടൈപ്പാണ് കേട്ടോ. സാധനം ഏത് ബ്രാൻഡാന്ന് അറിയത്തില്ല. ഇത് ഏതാ? ഡാസ്ലർ ഹൈലൈനർ ആണ്. ഓ, ഡാസ്ലർ ആണ്. എത്ര ഷിങ്കാരും ഡാസ്ലറാണ് നമ്മൾ സത്യം. അപ്പൊ നോക്കി ഇത് കൊണ്ടൊരു പൊട്ട് തൊടാം. എവിടെ എവിടെയാന്ന് അറിയില്ല. അത് കറക്റ്റ് ആണോ തൊട്ടത്? അതെ, കറക്റ്റ് ആണോ? കണ്ണ് അയ്യോ, പങ്കജമാർഷിന്റെ ഒരു കാര്യേ. കണ്ണാടി ഉള്ളപ്പോ എന്തിനാ? അതാ, പക്ഷെ കറക്റ്റ് ആയിരുന്നു. പണ്ട് ഞാനൊക്കെ പൊട്ടുകൊടുത്ത പാമ്പിനെ എടുത്ത് വരച്ചു വെക്കുന്ന നെറ്റിയിലറിയോ? ഇതിപ്പോ കുഞ്ഞാച്ചി പാമ്പിനെ വരച്ചിടാൻ പോവാ. ഇത് ഗെറ്റടിയാണോ അപ്പഴേ? അയ്യോ, ഓണത്തിന് നെറ്റി മുഴുവൻ കറപ്പിച്ചു വെക്കണ്ട ഒരു മാറ്റി. ഓണത്തിന് ഇപ്പൊ പങ്ക ഏത് സാരി ഉടുക്കുന്നതാണ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ തീർക്കാം. എന്നിട്ട് കേൾക്കട്ടെ, രാവിലെ തൊട്ട് ഉച്ച വരെ ഒരെണ്ണം, ഉച്ച തൊട്ട് വായടക്കൂ പ്ലീസ്. ടീച്ചേഴ്സ് കണ്ട് എന്നോട് ചോദിക്കൂട്ടെ, അല്ല ഈ ബിന്ദി വാങ്ങിയതാണോ നോക്കിയാലോ, വാങ്ങിയതാണോ പിന്നെ ചോദിക്കും. അപ്പൊ പറയാം ഐലൈനറാന്ന് പറയേ. അപ്പൊ പറയും ഇത് വരയ്ക്കാൻ എത്ര മണിക്കൂർ എടുത്തു ചോദിക്കും. അയ്യോ എന്നോടോ കണ്ണെഴുതാൻ എന്നോട് പറഞ്ഞു മേലെ തൊട്ടിട്ട് വന്നേക്കരുത്. എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ തൊട്ടിട്ട് വന്നാൽ ക്ലാസ്സിന് സാധനം നെറ്റി വള ഇട്ടിട്ട് വന്നാലും അതെ. നമ്മള് പിന്നെ അങ്ങനത്തെ എല്ലാം ഒഴിവാക്കിയില്ല ഞെറ്റി. കണ്ണെഴുതുന്നത്, ലിപ്സ്റ്റിക് ചെയ്യും. അതന്നെ. നല്ല രസമുണ്ട്. അപ്പൊ കുഞ്ഞാച്ചി നമ്മൾ ഓൾറെഡി നമ്മുടെ മൈലാഞ്ചി ഡിസൈനറും അതുപോലെ തന്നെ ഡ്രോയിങ് എക്സ്പേർട്ടും ആണ് കേട്ടോ. എന്ത് ചെയ്യാൻ ഈ കൈ കഴിവേ ഭംഗിക്കോല്ലോ ഈ കഴിവോ. ഹലോ പ്ലീസ് ഞാനും പോട്ടു.
ഗൈസ് കുഞ്ഞാച്ചിക്ക് മസിൽ ഞാൻ എപ്പോഴും അടിക്കാറും കടിക്കാറൊക്കെ എനിക്ക് മസിലേക്ക് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വെള്ളം കോരുന്നത് എനിക്കാ മസിലുള്ള പഴുക്ക് പൊടിയാണ് അപ്പൊ അങ്ങനെ ബസ്സിലാ കൈ കൈ കാണിക്കും കൈ കാണിക്കും എവിടെ ഇതാണ് എന്റെ മസിൽ അയ്യോ മതി പൊട്ടി തൊട്ടിട്ട് വരാം. യാ ഒരു കാര്യം മറ്റേ പുതിയ ഷൂ ഇട്ട് നമുക്ക് ഈ വീട്ടിൽ നടക്കാൻ പറ്റില്ല. അയ്യോ ഒറ്റ കഴുത്തിന് ഷൂ കറുത്തു പോവും. കളത്തിക്കാൻ തെറ്റിക്കല്ലേ തെറ്റിക്കല്ലേ എന്നാ അത് മറിച്ചിടല്ലാം എന്നെ ഞാൻ അടിച്ചെന്റെ ബാലവേല അയ്യോ മതി പൂച്ചട്ടി പോയി എന്നൊന്നും പറയാം. നോക്കട്ടെ പൂച്ചട്ടി എന്ത് രസം കടന്ന് വാങ്ങിയ പൊട്ടൊക്കെ നോക്കട്ടെ ഈയുടെ മോനെ നെറ്റി പൂവള ഞാൻ വളർത്തിയതാ. ഒരു ചെടി ഞാൻ നട്ടു. കറുത്ത പൂവ് ഉണ്ടാവുള്ളൂ. കറുത്ത പൂവ് എന്ത് രസല്ലേ സത്യം ഒന്ന് നേരക്ക് കാണിക്കും. ഡയാനന്റെ കഴിവേ ലോകമെമ്പാടും അല്ല. നാളെ വന്നു കഴിഞ്ഞ ആൾക്കാർ ക്യൂ നിൽക്കുമ്പോ പൊട്ടുകളാണ്. ഫീസ് അല്ലാതെ ഫ്രീ ആയിട്ട് ഒരു പൊട്ടിന് വെറുതെ സാമ്പിള് ഒരു കോടി എല്ലാരും നെറ്റി മുറിച്ച് വരും കേട്ടോ കയ്യില്. ഒന്ന് കാണിക്കട്ടെ. പിന്നെ എന്റെ നെറ്റി ഞാൻ തൊട്ടാ മതി പൊട്ടായിക്കോട്ടെ. പോവില്ല. ഓക്കെ ഗൈസ് നമുക്ക് ഈ നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഗൈസ് അപ്പൊ നമ്മളിവിടെ നോക്കും നെക്സ്റ്റ് വേറൊരു വളയാണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടിട്ട്. അയ്യോ ഈ കമ്മൽ കാണിച്ചില്ല ഗൈസ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വേറൊരു കമ്മലാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് അതാ കള 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 എന്റെ ഹൃദയം ഇല്ല മിനി ഹാർട്ട് അറ്റാക്ക്. പേടിക്കൊന്നും വേണ്ട, ഒന്നും ആവുന്നില്ല. ഗൈസ് അപ്പൊ നോക്ക് ഇത് വേറൊരു ജിമിക്കി കമ്മലാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഒരു ഗോൾഡൻ കളർ സാരീന്റെ കളർ നല്ല വലുതാ, കുറച്ചുകൂടി വലുത് എന്റെ കൈക്ക് നഖത്തിന് പകുതിയില്ല. ഞാൻ പൊളി 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 മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെക്സ്റ്റിൽ അതേ ഇവിടെ 2 കമ്മല് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ മോസ്റ്റ് ആയിട്ട് നോക്കുക പറ്റി വള ചുറ്റുവള പോലെ. അയ്യോ എന്റെ ക്രഷിന്റെ വള. ശൂർപ്പണങ്ങി ഇടാൻ പോവാ മണ്ടോദരി എന്ന് പറയണം. ഇല്ല വൈഫിനെക്കാട്ടും ഇഷ്ടം പെങ്ങളെ ശൂർപ്പണകയാണ്. നോക്ക് ഞാൻ നോക്ക് ഗൈസ് ഇത് നല്ല അടിപൊളിയായിട്ട് അതെ ചേരും കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ ഒന്ന് ഷോ ഞാൻ പറഞ്ഞിരുന്നു ഷോ ഇടാൻ. ഓക്കെ ഗൈസ് നമുക്ക് ഷോ കാണാം. എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഒരു മാലയാണ് കേട്ടോ. മോസ്റ്റ് ആയിട്ടുള്ള ഒരു മാലയാണ്. അപ്പം ഇത് ഈ എല്ലാ ഐറ്റംസും എന്റെ എന്താ പറയാ സാരിയാണേ, സാരിക്ക് ചേർന്നതാണ് കേട്ടോ ഗൈസ്. സാരി നോക്കിയിട്ടില്ല പക്ഷെ സാരിക്ക് ചേർന്നതാണ്. നോക്കിക്കേ ഗൈസ് ഈ മാല നല്ല അടിപൊളിയായിട്ടുള്ള നോക്കിക്കേ മാല ഒപ്പം 2 സ്റ്റഡും ഉണ്ട് കേട്ടോ. ചെറിയ സ്റ്റഡ് മോസ്റ്റ് ആയിട്ടില്ലേ നല്ല മോസ്റ്റ് ആയിട്ടുള്ളൊരു 2 കളർ വരുന്ന ഗ്രീനും റെഡും വരുന്ന മാലയാണ്. ചെറിയ നെക്ലേസ് ആണ്. സിമ്പിൾ നെക്ലേസ്. നല്ല രസമുണ്ട്. ഓക്കെ അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് ഗൈസ് 2 നെയിൽ പോളിഷ് ആണ് വരുന്നത്. ഒന്നിന്റെ കളർ ഇത് രണ്ടെണ്ണം കൂടി മിക്സ് കേട്ടോ. ഡബിൾ കളർ പോലെ നോക്ക് ഗൈസ് നോക്ക് ഇവിടെ 2 കളറാണ്. ഒരു ഞാനിപ്പോ ഇട്ട പോലത്തെ കളർ അല്ലേ, പിന്നെ വേറൊരു ഡാർക്ക് കളർ റോസ് ഒക്കെ പോലെ വേറെ ഒരു കളറുമാണ് കേട്ടോ ഗൈസ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കുപ്പിവളേന്റെ പ്രശ്നമാണ് ഗൈസ്. പക്ഷെ അതിന്റെ അത്രയും പൂച്ചകളെങ്ങനെ ചാടിക്കറിയാ പൊട്ടൂടാ, അതാണ് അങ്ങനെ വെച്ചത്. എനിക്കിപ്പോ ഷൂട്ടിങ് ഇപ്പം ചെയ്യാൻ പറ്റില്ല.
ഗൈസ് അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് നമുക്കിനി അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മുടെ ഇനി മോസ്റ്റ് ഓണം എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഓർക്കുന്ന ഏറ്റവും ബിഗ് മോസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഓണക്കോടി. കേരള സാരി. ഓണക്കോടിയാണ് സാരി. ഓണക്കോടി. ഗൈസ് ഞാൻ ഇവിടെ ഇത് എടുത്തിട്ടുണ്ട്. അതെ സാരി പൂമ്പാറ്റ വരുന്നതാ. പ്യൂമ്പാറ്റ പൂങ്കിളിയാണല്ലോ പങ്ക. പൈങ്കിളിയാണല്ലോ. കിളികളിലേക്ക് എടുത്ത് നല്ല അടിപൊളി റാണി ഞാനായിരുന്നു. നോക്കട്ടെ. നീ കട്ടെടുക്കണം. ഗൈസ് നമുക്കപ്പോ ഇത് മോസ്റ്റ് ആയിട്ട് തുറന്ന് നോക്കാം. എലിയാണോ? തുറന്ന് നോക്കാം പങ്കൻ. എന്താ ഗായ്സേ നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് അയ്യോ എന്റെ കണ്ണ് മഞ്ഞളിച്ചു ഒന്നും പോയില്ല. എന്റെ ഗായ്സ് ഒന്ന് മേത്ത് വെക്ക് പങ്ക. അടിപൊളി നല്ല കസവ് പങ്കന്റെ ഓണക്കോടി സെറ്റ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഓണക്കോടിയായിട്ട് ഞാൻ ഓണത്തിന് ഇടാൻ വേണ്ടിട്ട് പോകുന്നത്. ഇതായിരിക്കും എന്റെ പങ്ക നല്ല രസമുണ്ടല്ലേ. അടിപൊളി കേരള സ്റ്റൈല് ഓണക്കോടി കസവ് സാരിയാണ് ഗൈസ്. അമ്മേ നല്ല മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഒന്നുമില്ല പറയാൻ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഈ സാരിക്ക് ചേരുന്ന ഐറ്റംസ് ആണ്. നോക്കിക്കേ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും എടുത്ത് പുറത്ത് വെക്കണം. അങ്ങനെ അവിടെ കാണുള്ളൂ. അങ്ങനെ വെക്കാം. നമുക്ക് നോക്കും മോസ്റ്റ് ആയിട്ട് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ബിഗ് മോസ്റ്റ് ആയിട്ട് നമ്മുടെ ഓണം ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഓണത്തിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഗിഫ്റ്റ് ഓണത്തിന് കിട്ടുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗൈസേ. ഓണക്കോടിയൊക്കെ നമ്മൾ പോയിട്ട് എടുക്കാന്നല്ലാതെ നമ്മൾ വേറെ പറ്റി ഗിഫ്റ്റ് ആയിട്ട് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പം ഒന്നുമില്ല പറയാൻ. നമുക്കൊക്കെ എന്താ പറയാ, ഞാൻ പറയല്ലോ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നമുക്ക് വേണ്ടി എഫോർട്ട് ഇട്ട് നമുക്ക് വേണ്ടി ചെയ്യാൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല. ആർക്കും പറയാം. പറച്ചില് വാക്കുകൊണ്ട് എന്തും പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയില്ലേ, പ്രവൃത്തികളിലാണ് എല്ലാം ഇരിക്കുന്നത്. പ്രവൃത്തിയാണ് മോസ്റ്റ്. അപ്പൊ സത്യം എല്ലാവർക്കും പറഞ്ഞ് ചെയ്ത് കാണിക്കാനാണ് ഒരാൾക്കും പറ്റാത്തത്. പറയുന്ന സമയം മാത്രം മതി ചെയ്ത് കാണിക്കാൻ. നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് മാത്രമേ ചെയ്യാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. നല്ലൊരു മനസ്സ്. സത്യം മോസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല മനസ്സിന് മോസ്റ്റ് നന്ദി. അതന്നെ ഒരുപാട് സന്തോഷം, ഒരുപാട് സത്യം മോസ്റ്റ് ആയിട്ടുണ്ട്. യെസ്, ഇപ്പോഴാണ് ഓണം ഇവിടെ കംപ്ലീറ്റ് 100
100% കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഓണം. ഇപ്പോഴാണ് ശരിക്കും ഞാൻ പറയാം, ഇനിയിപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓർക്കുന്നത് എനിക്ക് ഇങ്ങനൊരു മോസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നായിരിക്കും ഞാൻ ആദ്യം ഓർക്കുന്നുണ്ടാവുന്നത്. മോസ്റ്റ് മൈപ്പിലി കാണുന്നുണ്ടോ? മൈപ്പിലി മുടിന്റെ ഉള്ളിൽ കയറി 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 വരും. അങ്ങനെ തലയില് ഫസ്റ്റ് കണ്ടത് മയിൽപ്പീലിയാ. എന്തൊക്കെയായാലും മോസ്റ്റ് ഗിഫ്റ്റ് അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുവാണ്, നന്ദഗോപൻ എന്ന് പറഞ്ഞ ചേട്ടന് ഒരുപാട് താങ്ക് യു, മോസ്റ്റ് താങ്ക് യു. അതുപോലെ തന്നെ മോസ്റ്റ് ആയിട്ട് അഡ്വാൻസ് ഹാപ്പി ഓണം. നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ഓണം ഗിഫ്റ്റ്. അപ്പൊ ഈ ഐറ്റംസ് എല്ലാം ഇട്ട് ഞാൻ ഓണത്തിന് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ആരും അപ്പൊ അതും എല്ലാം മോസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. എനിക്കറിയാം എല്ലാവരും ഇപ്പോഴേ നല്ല ത്രില്ലിലായിരിക്കും. ഞാനും മോസ്റ്റ് ഇടലിൽ ഇട്ട് എന്നെ കാണാൻ എനിക്ക് കുറച്ച് ത്രില്ലിൽ ഞാനും ഉണ്ട് കേട്ടോ. ഞാനും മോസ്റ്റ് ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എന്താ പറയാ, ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് എല്ലാ ഗൈസിനും നമുക്ക് വീണ്ടും കാണാനേ മാറ്റി. അപ്പൊ എല്ലാ ഗൈസിനും മോസ്റ്റ് ആയിട്ട് ബൈ ബൈ.